നമസ്കാരം, ഋഷിപ്രപ്നം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ നാം അവതരിപ്പിക്കുന്നത് മേടസംക്രമവും അതിന്റെ ഫലങ്ങളുമാണ്. മേടസംക്രമ ഫലവും സംക്രമ ഫലത്തിൽ വരുന്നത് സൂര്യസംക്രമത്തിന്റെ ഫലവും അതേപോലെ തന്നെ ദേവതാ ഉദയത്തിന്റെ ഫലവും പ്രത്യേകമാണ്. മറ്റ് നക്ഷത്ര ഫലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഫലപ്രവചന രീതിയാണ് ഇത്. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ വീഡിയോയെ സമീപിക്കുക. 27 നക്ഷത്രങ്ങളുടെയും പ്രത്യേകം അത്തരത്തിൽ സംക്രമ ഫലവും നക്ഷത്ര ഫലങ്ങളും പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി പ്രകാരമുള്ള നക്ഷത്ര ഫലങ്ങളും പ്രത്യേകമായിട്ട് ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ദേവതാ ഫലവും സംക്രമ ഫലവും നക്ഷത്ര ഫലവും ഒക്കെ പരസ്പരം വ്യത്യസ്തങ്ങളായിരിക്കാം. എല്ലാത്തിലും നല്ലത് വരികയാണെങ്കിൽ അത് ആ നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണപ്രദവും, മധ്യമമാണ് എങ്കിൽ അതിനനുസരിച്ചും, ദോഷമാണെങ്കിൽ അതിനനുസരിച്ചുള്ള പരിഹാര കർമ്മങ്ങളും ചെയ്ത് വരുന്ന ഒരു വർഷക്കാലം മുന്നോട്ട് പോവുക. അതായത് മേടമാസത്തിലെ സംക്രമവും അതിനുശേഷം അടുത്ത മേടം വരെയുള്ള സംക്രമത്തിന് തൊട്ടു മുമ്പുള്ള ദിവസം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കൊല്ലവർഷം 1201 ആണ്ട് മേടമാസം 1 തീയതി വിഷു മുതൽ കൊല്ലവർഷം 1202 ആണ്ട് മീനമാസം അവസാനം വരെയുള്ള ഒരു വർഷത്തെ വിഷു സംക്രമ ഫലവും ദേവതാ ഫലവും നക്ഷത്ര ഫലവുമാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. അതായത് 2026 വിഷു മുതൽ അടുത്ത വിഷുവിന് തൊട്ടു മുമ്പുള്ള ദിവസം വരെയുള്ള ഒരു വർഷക്കാലത്തെ സമ്പൂർണ്ണ ഫലം. ഇപ്പോൾ നമുക്ക് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷു സംക്രമ ഫലത്തെ പരിശോധിക്കാം. ഇനി നമുക്ക് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ വിഷു ഫലത്തെ പരിശോധിക്കാം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ആദിശക്കമാണ്. അതുകൊണ്ട് തന്നെ സർവാഭീഷ്ട സിദ്ധിയും സത്കീർത്തിയും ഫലമായി പറയണം. ദേവതയായ ശിവനാണ്. അതുകൊണ്ട് തന്നെ മനോദുഃഖവും കുടുംബ സുഖഹാനിയും ഒക്കെ ഉണ്ടാകാം. ഇപ്പോൾ നമുക്ക് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ വരുന്ന ഒരു വിഷു വർഷക്കാലത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കുന്നവരും ശാസ്ത്ര പഠനവും നയവും ഉള്ളവരും ശത്രുക്കൾ കുറഞ്ഞവരും മാതാപിതാക്കളോട് ഭക്തിയുള്ളവരും ധർമ്മനീതികൾ പാലിക്കുന്നവരുമാണ്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഭർത്താവിൽ അനുരക്തരും ഹിതങ്ങളെ അനുസരിക്കുന്നവരുമാണ്. ക്ഷമാശീലവും ഗുരുജനങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്യുന്നവരുമാണ്. സന്താനങ്ങളാൽ ദുഃഖം അനുഭവിക്കുന്നവരും കാര്യകാര്യജ്ഞാനവും പ്രവർത്തന മികവും ഉള്ളവരുമായിരിക്കും. വ്യാഴം 4ലും 5ലും ആയിട്ട് സഞ്ചരിക്കുന്നതാണ്. ശനി 1ാം ഭാവത്തിലും രാഹു 12ലും സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് തന്നെ കച്ചവടത്തിലും സംരംഭങ്ങളിലും സൗഭാഗ്യവും നല്ല ഇടപെടലുകളിലൂടെ നേട്ടങ്ങളും സാമ്പത്തിക വ്യവസായ അഭിവൃദ്ധിയും ശത്രുനാശവും വിവാഹം ഉന്നതമായിട്ടുള്ള വിജയങ്ങൾ ഇവ ഫലവും പറയേണ്ടതാണ്. 9 വയസ്സുവരെയുള്ളവരെ സംബന്ധിച്ച് അല്പമാത്രമായിട്ടുള്ള ദുരിതങ്ങളും അതിൽ നിന്ന് മുക്തിയും വിദ്യാഗുണങ്ങളും ലഭിക്കുന്നതാണ്. 9 വയസ്സ് മുതൽ 25 വയസ്സുവരെയുള്ളവരെ സംബന്ധിച്ച് ഈ വർഷം സരസ്വതി കൃപ ഉണ്ടാകുന്നതാണ്. കൂടാതെ വിജയവും ഉദ്യോഗ ലാഭവും ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ വിവാഹം നടക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. 25 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ളവർക്ക് ഈ വർഷം അപ്രതീക്ഷിതമായി ദുഃഖാനുഭവങ്ങളും കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ചില ക്ലേശങ്ങളും ഉണ്ടാകാം. 32 വയസ്സ് മുതൽ 52 വയസ്സുവരെയുള്ളവർക്ക് ഈ വർഷം പലവിധ നേട്ടങ്ങളും സ്ഥാനമാനങ്ങളും നല്ല വിവാഹവും ഉദ്യോഗവും മാന്യതയും ഉണ്ടാകാം. 52 വയസ്സ് മുതൽ 68 വയസ്സ് വരെയുള്ളവർക്ക് സർക്കാരിൽ നിന്നും ഉപദ്രവവും വിജയത്തിന് കുറവും ഉണ്ടായേക്കാം. 58 വയസ്സ് മുതൽ 68 വയസ്സ് വരെയുള്ളവർക്ക് ഈ വർഷം സദ്ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. 68 വയസ്സ് മുതലുള്ളവർക്ക് ഈ വർഷം ദുരിതാനുഭവങ്ങൾ ഉണ്ടാകാം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ജന്മശനി കാലമാണ് എന്നത് ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാകണം. തടസ്സങ്ങൾ സഹജമാവും. സ്വശക്തി ദുർബലപ്പെടുന്നതാണ്. അകാരണമായിട്ടുള്ള ഭയം പിടിപെട്ടേക്കാം. സ്വയം ഓരോരോ കാരണങ്ങൾ കണ്ടെത്തി ചെയ്യുന്ന പ്രവർത്തികളിൽ ഒഴിവ് കഴിവ് പറയാനിടയുണ്ട്. വലിയ മുതൽ മുടക്കുകൾക്ക് മുതിരാതിരിക്കുക. വ്യാഴം 4ലും 5ലും തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഗാർഹിക അന്തരീക്ഷം കുറെയൊക്കെ മെച്ചപ്പെടുന്നതാണ്. കുടുംബാംഗങ്ങൾക്ക് പലതരം ക്ഷേമൈശ്വര്യങ്ങൾ വന്നെത്തുന്നതാണ്. മക്കളുടെ പഠിപ്പ് അഭിവൃദ്ധിയിലാവുന്നതാണ്. തൊഴിലിനായിട്ടുള്ള പരിശ്രമങ്ങൾ വിജയിക്കുന്നതാണ്. രോഗികൾക്ക് ആരോഗ്യപുഷ്ടിയും ചിലപ്പോഴൊക്കെ തുടർ ചികിത്സ വേണ്ടി വരുന്നതുമാണ്. 12ലെ രാഹു ചെലവുകൾ ഉയർത്തുന്നതാണ്. പാഴ്ചെലവുകൾ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. പ്രവാസത്തിന് സാധ്യതയുണ്ട്. പ്രണയ ജീവിതം പ്രതിസന്ധിയിലാവുന്നതാണ്. തുടങ്ങിയ വീട് പണി ഇഴഞ്ഞും വലിഞ്ഞും മുന്നോട്ട് നീങ്ങുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നക്ഷത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.